ഹായ് ഫ്രണ്ട്സ്, ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ചോക്ലേറ്റ് ബോൾസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കടയിൽ നിന്നൊന്നും ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബ്രെഡിൻ്റെയൊക്കെ ഈ സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്നട്ടും കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ മധുരം വേണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഈ ബ്രെഡിലോട്ട് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ചേർന്ന് വരണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ബ്രെഡ് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു പാത്രത്തിന് 1/4 ഭാഗത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയേ, നമുക്കിതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് കുറച്ചായി എടുത്തിട്ട് ബോൾസാക്കി എടുക്കാം. ഇനി ബോൾസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 6 ബ്രെഡ് വെച്ചിട്ട് ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് കൂടുതൽ എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് തണുക്കാനായിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട കോട്ടിംഗ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. കുറച്ചും കൂടി നല്ലത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതുപോലെ നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഇതിൻ്റെ ഉള്ളിൽ നട്ട്സോ ക്രീമോ അങ്ങനെയൊന്നും ഇല്ലാത്ത പ്ലെയിൻ ചോക്ലേറ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ മെൽറ്റാക്കി എടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ച ബ്രെഡ് ബോൾസില്ലേ, അതെടുത്തിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കാം. ഓരോ ബോൾസും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കോട്ട് ചെയ്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിൽ ഞാനൊരു കവർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ ഒരു ബോൾസ് എല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ. ബട്ടർ പേപ്പറാണ് ശരിക്കും ഇതിന് വേണ്ടത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കടയിൽ നിന്നൊന്നും ചോക്ലേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.